ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ അത് മലപ്പുറം കളക്ട്രേറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളും ഒപ്പം കൊച്ചിയിൽ നിന്നുള്ള കൊച്ചി റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുന്നു അവിടെ നിന്നുള്ള ദൃശ്യങ്ങളുമാണ്. ആദ്യം അരുൺ അമൃതാദിലേക്ക് പോകാം. അരുൺ, മലപ്പുറം കളക്ട്രേറ്റിൽ എന്ത് പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്? ആര്യ, പോലീസിൻ്റെയും ഡോഗ് സ്ക്വാഡിൻ്റെയും സംയുക്തമായ പരിശോധന തന്നെയാണ് ഇപ്പോൾ മലപ്പുറം കളക്ട്രേറ്റിൽ നടക്കുന്നത്. അരമണിക്കൂറോളമായി ഈ പരിശോധന തുടരുകയാണ്. ആദ്യം കളക്ടറുടെ ഔദ്യോഗിക ഓഫീസിൽ ഉൾപ്പെടെ പരിശോധന നടത്തിയതിനു ശേഷം ഈ ഏറെ വിസ്തീർണമുള്ള ഈ കളക്ട്രേറ്റ് കോമ്പൗണ്ടിൽ കൂടി ഇപ്പോൾ ഡോഗ് സ്ക്വാഡ് ബോംബ് സ്ക്വാഡും സംയുക്തമായി പരിശോധന നടത്തുകയാണ്. ഈ ജില്ലയിലാകെ തന്നെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധന നടത്തുന്നുണ്ട്. അതുകൂടെ തന്നെ മലപ്പുറം പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അത്തരത്തിൽ കൃത്യമായ ഒരു പരിശോധനയിലേക്ക് പോലീസ് സംഘം കടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോൾ മലപ്പുറം കളക്ട്രേറ്റിലും പരിശോധന നടത്തുന്നത്. ഇപ്പോൾ വാഹനങ്ങൾ ഒരുപാട് പുറമെ നിന്നുള്ള വാഹനങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണ്. അപ്പോൾ വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുള്ളൊരു പരിശോധനയിലൊക്കെയാണ് ഇപ്പോൾ ഡോഗ് സ്ക്വാഡും പോലീസ് ബോംബ് സ്ക്വാഡും ഏർപ്പെട്ടിട്ടുള്ളത്. ആര്യ, ശരി, ഇനി നമുക്ക് കൊച്ചിയിലേക്ക് കൂടി പോകാം. കൊച്ചിയിൽ എന്താ നമുക്ക് കാണാം, കൊച്ചി റെയിൽവേ സ്റ്റേഷനിലാണ്, എറണാകുളം റെയിൽവേ സ്റ്റേഷനിലാണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഡോഗ് സ്ക്വാഡ് അടക്കം പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട്. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, ജില്ലയിൽ എറണാകുളത്ത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് പരിശോധനകൾ നടക്കുന്നത്? ആര്യ, നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇപ്പോൾ തിരക്കേറിയ ആളുകൾ എത്തുന്ന പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം ഈ പോലീസിന്റെയും അതുപോലെ തന്നെയുള്ള സുരക്ഷാ വിഭാഗങ്ങളുടെയും പരിശോധന നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ RPFിന്റെയും അതുപോലെ തന്നെ RPFിന്റെ തന്നെ K9 സ്ക്വാഡും ചേർന്നുകൊണ്ടുള്ള സംയുക്തമായിട്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച പരിശോധനയാണ് ഇന്നിപ്പോൾ രാവിലെയും അത് തുടർന്നുകൊണ്ട് പോവുകയാണ്. രണ്ട് വിഭാഗങ്ങളായി, രണ്ട് ഡോഗ് സ്ക്വാഡ് സംഘങ്ങളായി തിരിഞ്ഞ് അവർ പ്ലാറ്റ്ഫോമിലെ 5ഓളം വരുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഓരോ പ്ലാറ്റ്ഫോമുകളിലുള്ള വിശദമായിട്ടുള്ള പരിശോധനകൾ ഇവിടെ നടക്കുന്നുണ്ട്. യാത്രക്കാരായി ധാരാളം ആളുകൾ എത്തുന്ന സ്ഥലമാണ്. എറണാകുളം നഗരത്തിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് എറണാകുളം സൗത്ത്. ആ സ്റ്റേഷനിൽ തന്നെ ഇപ്പോൾ യാത്രയ്ക്കായി എത്തിയിട്ടുള്ള ആളുകളുടെയും മറ്റും ഇവിടെ പാഴ്സൽ ചെയ്യാനും മറ്റും വച്ചിരിക്കുന്ന ബാഗേജുകളും എല്ലാം അടക്കം വിശദമായിട്ടുള്ള പരിശോധനകൾ ഇവിടെ നടക്കുന്നത്. ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിലുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വേസ്റ്റ് ബാസ്ക്കറ്റിൽ അടക്കമുള്ള സ്ഥലങ്ങൾ ഇത്തരത്തിൽ ദുരൂഹമായി കാണുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും സംശയാസ്പദമായിട്ടുള്ള ഒരു വസ്തുവും അവശേഷിക്കാത്ത വിധത്തിലുള്ള അത്രയും കണിശതയാർന്ന പരിശോധനകളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. കൂടാതെ തന്നെ ഈ എറണാകുളം സൗത്ത് KSRTC സ്റ്റാൻഡിലും അതുപോലെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ, ആലുവ റെയിൽവേ സ്റ്റേഷൻ എന്നീ ഇടങ്ങളിലെല്ലാം ആളുകൾ കൂടുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഈ പ്രദേശങ്ങളിലെല്ലാം ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ DGP അടക്കമുള്ളവർ കേരളത്തിൽ അതീവ സുരക്ഷ ഒരു പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതീവ ജാഗ്രതയിലേക്ക് മാറുന്ന ഒരു സ്ഥിതിഗതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ആളുകൾ ധാരാളമായി എത്തുന്ന എല്ലാ ഇടങ്ങളിലും പൊതുവായി ആളുകൾ കൂടുന്ന ഇടങ്ങളിലടക്കം വിശദമായിട്ടുള്ള പരിശോധന, ഡോഗ് സ്ക്വാഡും പല സംഘങ്ങളായി തിരിഞ്ഞിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള പരിശോധന അത് എറണാകുളം ജില്ലയിലും വിപുലമായി അതുപോലെ തന്നെ അത്ര സൂക്ഷ്മമായി തന്നെ നടക്കുന്നു എന്നുള്ളത് വേണം നമുക്കിപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കാനായിട്ടുള്ള. ആളുകൾക്ക് അതിനുവേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ അടക്കം നൽകിക്കൊണ്ട് ഉള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇവിടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനും നടന്നു വരുന്നത്. ഡോഗ് സ്ക്വാഡ് അടക്കമുള്ളവർ ഇവിടെ എത്തി പല സംഘങ്ങളായി തിരിഞ്ഞ് ഓരോ പ്ലാറ്റ്ഫോമിലും ഓരോ സംഘങ്ങളായി തിരിഞ്ഞിട്ടുള്ള അത്രയും വിശദമായ രീതിയിലുള്ള പരിശോധനകൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഓരോ ബാഗേജ് ഇപ്പോൾ സംശയം തോന്നുന്ന ബാഗേജിലടക്കം തുറന്നുള്ള വിശദമായിട്ടുള്ള പരിശോധന നടക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ യാത്രക്കാരുടെ ആ സാധനങ്ങളടക്കം പുറത്തെടുത്ത് അതിൽ എന്തെങ്കിലുമുള്ള എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്നതിനുള്ള കണ്ടന്റുകൾ അടക്കം തുറന്നു കാണിച്ചുള്ള പരിശോധനകളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ധാരാളം യാത്രക്കാർ വന്നും പോയും ഇരിക്കുന്ന ഒരു സ്ഥലമാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. കേരളത്തിൽ നിന്ന് അകത്തു നിന്നും അതുപോലെ തന്നെ പുറത്തു നിന്നുമുള്ള ഒരുപാട് യാത്രക്കാരുണ്ട്. അവരുടെ യാത്രാ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ ഈ സുരക്ഷാ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ ആലുവ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ നോർത്ത് എറണാകുളം KSRTC സ്റ്റാൻഡ് എന്നീ ഇടങ്ങളിലെല്ലാം ഈ പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കേരള പോലീസും അതുപോലെ കേരള ഈ റെയിൽവേ പോലീസ് ഫോഴ്സും അതുപോലെ ഡോഗ് സ്ക്വാഡും അടങ്ങിയ സംഘങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ പരിശോധന നടത്തി വരുന്നത്. ഇനി വയനാട്ടിലേക്ക് പോയാൽ വയനാട്ടിലും ഇപ്പോൾ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വയനാട് കളക്ട്രേറ്റിലാണ് ഡോഗ് സ്ക്വാഡ് അടക്കം എത്തി ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. കമലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം. കമൽ, ജില്ലയിൽ എങ്ങനെയാണ് സുരക്ഷയൊക്കെ ഇപ്പോൾ ഉറപ്പാക്കുന്നത്? ആര്യ, വയനാട് ജില്ല പ്രത്യേകിച്ച് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ്. തമിഴ്നാടുമായും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ്. ആ സാഹചര്യത്തിൽ തന്നെ പോലീസ് കർശനമായ നിരീക്ഷണവും പരിശോധനയും വയനാട്ടിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ ആസ്ഥാനത്ത് ജില്ലാ ഭരണസിരാ കേന്ദ്രത്തിലാണ് ഇപ്പോൾ ഡോഗ് സ്ക്വാഡും
ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുന്നത്. കലക്ട്രേറ്റിൻ്റെ പ്രധാന ബിൽഡിങ്ങിന് തൊട്ടടുത്ത് തന്നെയുള്ള AJ അബ്ദുൽ കലാം ഹാളിലും അതിൻ്റെ ആസൂത്രണ ഭവൻ ബിൽഡിങ്ങിലുമാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഡോഗ് സ്ക്വാഡുണ്ട്, ബോംബ് സ്ക്വാഡും ഒപ്പം തന്നെ എത്തുന്നുണ്ട്. എല്ലാ നിലകളിലും ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിർത്തി പങ്കിടുന്ന ജില്ല എന്ന നിലയിലും നേരത്തെ മാവോയിസ്റ്റ് ഭീഷണിയൊക്കെ ഉണ്ടായിരുന്ന ജില്ല എന്ന നിലയിലുമാണ് പോലീസ് സുരക്ഷ കർശനമാക്കുന്നത്. ശരി.